അതൊന്നും നമ്മുടെ കേരള ഗവൺമെൻറ് അനുവദിക്കേണ്ട ഒരു കാര്യവുമില്ല. ഒന്ന്, നിലവിലുള്ള ഡാമിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കണം. തമിഴ്നാടിന് വെള്ളം കൊടുക്കണം. നിലവിലുള്ള സംവിധാനം ആ അളവിൽ വെള്ളം കൊടുക്കണം. ഇനി കൂടുതൽ ഉയർത്തി വെള്ളം തടഞ്ഞാൽ ഇടുക്കി ഡാമിലുള്ള വെള്ളമില്ലാതെ വരും. ഇവിടെ പ്രതിസന്ധി ഉണ്ടാവും. അതുകൊണ്ട് തമിഴ്നാട് പ്രമേയം പാസ്സാക്കിയിട്ട് അവിടെ വെച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. സംസ്ഥാന ഗവൺമെൻറ് അനുവദിക്കേണ്ട കാര്യമില്ല. നിലവിലുള്ള ഡാം സുരക്ഷിതമാക്കാൻ വേണ്ടി നടപടി അവരെടുക്കണം, ബലപ്പെടുത്താൻ. അതിൻ്റെ ഉയർച്ച കൂട്ടാനും വെള്ളം കൂട്ടാനൊക്കെ അവർ തീരുമാനിച്ചാൽ അത് അവരുടെ മനസ്സിൽ വെച്ചാൽ മതി. അതൊന്നും കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കേണ്ട കാര്യം നമുക്കില്ല. പുതിയ ഡാമാകാം, ഇപ്പോഴത്തെ ഡാമിൻ്റെ അളവിലാകാം. അതിലപ്പുറമായിരുന്ന ഇടുക്കി ഡാമിലേക്ക് വരുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയും. അത് കേരളത്തെ ബാധിക്കും, വൈദ്യുതി ഉൽപ്പാദനത്തെ ബാധിക്കും, ഒക്കെ ബാധിക്കും. ഇത് പറയുമ്പം തമിഴ്നാട്, അവിടുത്തെ ജനങ്ങൾ നമ്മുടെ സഹോദരങ്ങളാണ്. അവർക്ക് വെള്ളം വേണമെന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. പണ്ട് മുതൽ പാർട്ടി എടുത്തിരിക്കുന്ന നിലപാടും അതാണ്. തമിഴ്നാട്ടിൽ വെള്ളം വേണം, കേരളത്തിൻ്റെ സുരക്ഷിതത്വം. അത് നിലവിലുള്ള ഡാമിൻ്റെ ഇനി ഉയർച്ച കൂട്ടണമെന്ന് അവർ പ്രമേയം പാസ്സാക്കി അത് അവിടെ വെച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. ഇവിടെ നടപ്പിലാക്കാൻ നമ്മൾ അനുവദിക്കേണ്ട കാര്യമില്ല. നിലവിലുള്ള ഡാമും ആ വെള്ളവും തമിഴ്നാട്ടിന് കൊടുക്കുന്നത് അതുറപ്പാണ്. നിലവിലുള്ള ഡാം സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടി വല്ലതും ചെയ്യണേ അത് ചെയ്യാം, അത് തെറ്റില്ല. അത് അവരങ്ങനെ എന്തെങ്കിലും പാസ്സാക്കി നടത്തുന്നത് നമുക്കെന്നാ? ഇത് നമ്മുടെ മണ്ണിലല്ലേ, അവിടെ ആരെന്ത് പണിയണമെന്ന് നമ്മളല്ലേ തീരുമാനിക്കുക. നമ്മളൊരു കാര്യമാണ്, തമിഴ്നാട്ടിന് വെള്ളം കൊടുക്കുന്നതിന് നമ്മൾ എതിരല്ലല്ലോ, ഒരിക്കലും എതിരല്ല. പുതിയ സർക്കാരാണ്, വിജയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരാണ്. വിജയുടെ അല്ല, ഏതവൻ്റെ സർക്കാരാണെങ്കിലും നമുക്ക് അനുവദിക്കാൻ പറ്റില്ലല്ലോ, അതിൻ്റെ കാര്യമില്ലല്ലോ. ഒന്ന്, നിലവിലുള്ള ഡാം തുടരുകയെ അത് ബലപ്പെടുത്താനുള്ള കാര്യമൊക്കെ ചെയ്യാം. ഇനി അതിൻ്റെ അളവ് കൂട്ടാൻ പോയാൽ ഇടുക്കി ഡാമിൽ വെള്ളമില്ലാതെ വരും. കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്കെതിരാണ് അവർ പ്രമേയം പാസ്സാക്കിയെന്നും പറഞ്ഞ് കേരളത്തിൻ്റെ മണ്ണിൽ പണിയാനൊന്നും നമ്മൾ അനുവദിക്കേണ്ട കാര്യമില്ല. ഒന്ന്, തമിഴ്നാട്ടിൽ വെള്ളം വേണം. രണ്ട്, നിലവിലുള്ള മുല്ലപ്പെരിയാർ ഡാം തുടരണം, അത് ബലപ്പെടുത്താം. പക്ഷേ അളവ് കൂട്ടാനൊന്നും നമ്മൾ അനുവദിക്കേണ്ട കാര്യമില്ല. അങ്ങനെ അളവ് കൂട്ടിയാൽ കേരളത്തിലെ വൈദ്യുതി ഉൽപ്പാദനം ഇടുക്കി ഡാമിനെ ഒക്കെ ബാധിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഒരു പ്രഖ്യാപിത നയമായിരുന്നു മുല്ലപ്പെരിയാറിൽ പുതിയ ഡാമെന്നുള്ളത്. അന്ന് റോഷി അഗസ്റ്റിനൊക്കെ അന്ന് പറഞ്ഞത് ഉറപ്പായിട്ടും ഒരു തറക്കല്ലെങ്കിലും ഇട്ടിട്ട് ഈ സർക്കാരിന്റെ കാലം പൂർത്തിയാക്കുള്ളൂ എന്നുള്ളതായിരുന്നു. പക്ഷെ അതിനുള്ളൊരു സാധ്യത ഉണ്ടായില്ല, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ല. റോഷി അഗസ്റ്റൻ പറഞ്ഞ അദ്ദേഹത്തോട് പോയി നിങ്ങൾ ചോദിക്കണം, എനിക്കറിയില്ല. പുതിയ ഡാം തമിഴ്നാടിൻ്റെ വെള്ളം നമുക്ക് സുരക്ഷിതത്വം, നിലവിലുള്ള അളവിൽ തമിഴ്നാടിന് വെള്ളം കൊടുക്കണം. അളവ് കൂട്ടാൻ അവർ പാസ്സാക്കിയതൊന്നും നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ അളവ് കൂട്ടിയാൽ ഇവിടെ ജലത്തിന് ക്ഷാമം ഉണ്ടാവും, ഇടുക്കി ഡാമിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തും, വൈദ്യുതി ഉൽപ്പാദനം കുറയും, കുടിവെള്ളം കുറയും. നമ്മളത് അനുവദിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വെള്ളം തമിഴ്നാട്ടിന് കൊടുക്കുക തന്നെ ചെയ്യണം. ഈ വി ഡി സതീശൻ സർക്കാരും വിജയ് സർക്കാരും തമ്മിലൊരു ധാരണ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണോ ഈ ഒരു പ്രഖ്യാപനത്തിന്റെ? അതിപ്പം വി ഡി സതീശനോട് പോയി നിങ്ങൾ ചോദിച്ചു, എന്നോട് ചോദിച്ചിട്ട് ഞാനെന്നാ പറയാണ്? സംരക്ഷണ സമിതി അവര് പറയുന്നത് വി ഡി സതീശ സർക്കാരിന് ഏകോപനമില്ല, അത് ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകില്ല എന്നതാണ് ഈ മുല്ലപ്പെരിയാർ സംരക്ഷണ സമിതി പറയുന്നത്. എന്നാൽ മുൻ സർക്കാരിനെ കുറിച്ച് അവർക്ക് പരാതി ഇല്ലതാണ്. പുതിയ സർക്കാരിന്റെ ഭാഗത്ത് ഏതെങ്കിലും വീഴ്ച ഉണ്ടായതായി നമുക്ക് ഒരു കാര്യം അക്കാര്യത്തിൽ നമുക്കൊരു നിലപാടെടുക്കാം. പണ്ട് മുതലേ പാർട്ടി എടുത്തിരിക്കുന്ന നിലപാട്, ഒന്ന് കേരളത്തിൻ്റെ സുരക്ഷിതത്വം, രണ്ട് തമിഴ്നാടിന് വെള്ളം, നിലവിലുള്ള ഡാം ബലപ്പെടുത്താം. പക്ഷേ അളവ് കൂട്ടേണ്ട കാര്യമില്ല. അളവ് കൂട്ടുന്നതിനെപ്പറ്റി ഇന്നേ വരെ കേരള ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുമില്ല. അതാകാവുന്ന, കാരണം പഴയ ഡാം ഒരുപാട് പഴയതാണ്, പുതിയ ഡാമാകാം. ഈ അളവിൽ ഇപ്പോൾ കൊടുക്കുന്ന അളവിൽ തമിഴ്നാട്ടിന് വെള്ളം കൊടുക്കുക തന്നെ ചെയ്യണം. അത് കൊടുക്കാതിരിക്കുമെന്ന് പറയുന്നത് ശരിയല്ല. അവിടുത്തെ ജനങ്ങൾ നമ്മുടെ സഹോദരങ്ങളല്ലേ. പക്ഷേ അതിന് അളവിൻ്റെ കൂട്ടുമെന്നൊക്കെ വിജയുടെ സർക്കാർ പറഞ്ഞാൽ അത് ഇവിടെ പണിയാനൊന്നും നമ്മൾ അനുവദിക്കേണ്ട കാര്യമില്ല. കേരളത്തിൻ്റെ മണ്ണിലാണ്, ഇങ്ങോട്ട് കയറണമല്ലോ അവർ പണിയണമല്ലേ, അത് തടയണം. പക്ഷേ തമിഴ്നാടിന് ഇപ്പോൾ കൊടുക്കുന്ന വെള്ളം മാറ്റമില്ലാതെ കൊടുക്കുമെന്നാണ്. അത് CPM നിലപാടില്ല, വി ഡി സതീശനോടാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. വി ഡി സതീശൻ്റെ നിലപാടെന്താ, അവരുടെ ഗവൺമെൻറ് നിലപാടെന്താണെന്നാണ് ചോദിക്കേണ്ടത്. അതിലെടുക്കേണ്ട നിലപാട് നിലവിലുള്ള ഡാം തുടരാം,
അത് ബലപ്പെടുത്താം. അളവ് കൂട്ടേണ്ട കാര്യമില്ല. ഇപ്പം കൊടുക്കുന്ന വെള്ളം തമിഴ്നാടിന് കൊടുക്കണം, നമുക്ക് സുരക്ഷിതത്വം അതാണ് നമ്മുടെ നിലപാട്. പക്ഷേ ഇപ്പോൾ ഉയരുന്ന ഒരു പ്രചരണം എന്ന് പറയുന്നത് തമിഴ്നാട് പുതിയ ഡാം പണിയും, പക്ഷെ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പീരുമേട്, ഉടുമ്പൻചോല, ദേവിയോളം ഈ 3 മണ്ഡലങ്ങൾ തമിഴ്നാടിന് വിട്ടുകൊടുക്കണം എന്നുള്ളൊരു പ്രചരണം നടക്കുന്നു. അതൊക്കെ അവിടെ മറ്റിടത്ത് പോയി പറഞ്ഞാൽ മതി. അതിന് പച്ച മലയാളത്തിലുള്ള അർത്ഥമാണ്. അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ല. അങ്ങ് വിട്ടുകൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ചരക്കാനിരിക്കുകയാണ് ഇവിടെ. അങ്ങനെ കാരണം പറയാൻ കാരണം എന്താണോ, ഈ അതിർത്തി മേഖലകളിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾ വ്യാപകമായിട്ട് സ്ഥലം വാങ്ങിച്ചു കൂട്ടുന്നു. അത് നമ്മുടെ ദാക്ഷിണ്യമാണ്. ഏത് അവിടെ നമ്മുടെ സഹോദരങ്ങളെ കാണുന്നു. കേരളം തമിഴ് ജനവിഭാഗമുണ്ട് ഇവിടെ. അവിടെ നമ്മുടെ സഹോദരങ്ങളെ കാണുന്നു. അതുകൊണ്ട് അവരിവിടെ താമസിക്കുന്നതെന്ന് പറഞ്ഞ് ഇവിടെ മുഴുവൻ തമിഴ്നാട്ടിന് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞാൽ ചൊല്ല അസംബന്ധവും പോക്കെടുത്തരുവാണെന്നാണ് എൻ്റെ അഭിപ്രായം. ആ, നിങ്ങൾ ആവശ്യമില്ലാത്ത വലിയ എന്നോട് ചോദിച്ചത്. ഓണത്തിൻ്റെ പൂട്ട് കച്ചവടം പാടില്ല.